കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്ന് ഭഗവാൻ ഏത് രൂപത്തിലാണ് ഭക്തരെ കാത്തു നിൽക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിനെ ഒന്ന് കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് ഗണപതി ക്ഷേത്രത്തിൽ, അത്തിമര ഗണപതി ക്ഷേത്രത്തിലൊന്ന് തൊഴുത് വിഘ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് പ്രാർത്ഥിച്ച് വരാം. അങ്ങനെ അതിനുശേഷം നമ്മൾ ആ ഗോപുരവാതിൽ കയറി അകത്തേക്ക് പോരുകയാണ്. അങ്ങനെ കൊടിമരമൊക്കെ നോക്കി കണ്ട് അങ്ങനെ വരുമ്പോൾ ആ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ അപ്പുറം ഇങ്ങനെ കാണാം. അതിന് നടുക്കായിട്ട് ലക്ഷ്മി ദേവീനെ കാണാം. അതൊക്കെ ഒന്ന് കണ്ട് തൊഴുത് നമ്മൾ നേരെ ആ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ ഭാഗത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അതൊന്ന് കണ്ട് തൊഴാം, അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക. അതേപോലെ വലതേ ഭാഗത്തുള്ള ആദ്യത്തെ തൂണ് കാണുമ്പോൾ നമ്മൾ നരസിംഹാവതാരം കാണിച്ചു കൊടുത്തതാണെന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് തൊഴാം. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എന്താന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. എന്ത് രസമാണെന്നറിയോ, ഞാൻ പറഞ്ഞു കണ്ടിങ്ങനെ വരുമ്പോൾ നല്ല രസമായിട്ടുള്ള ആ കാഴ്ചയാണ്. ഓരോരുത്തരൊന്ന് കാണാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് ഇഷ്ടം. നല്ല കാഴ്ച. ആദ്യം തന്നെ നമ്മൾ കാൽപാദങ്ങൾ കാണുക. അപ്പോൾ കാലിങ്ങനെ പിണച്ച് വെച്ചിട്ടുണ്ട്. കാല് പിണച്ച് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു കാലിങ്ങനെ നമ്മുടെ എന്താ പറയുക, കാലിൻ്റെ പുറകു വശമല്ലേ, അതിങ്ങനെ തൊണ്ടിപ്പഴത്തിൻ്റെ അതുപോലെ തന്നെയാണ് അങ്ങനത്തെ ആ ഒരു കാഴ്ച. അങ്ങനെ നോക്കുമ്പോൾ കാൽവളകൾ കാണുന്നുണ്ട്. പിന്നെ നല്ല മഞ്ഞ പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ അരമണി കാണാണ്ട്, കിങ്ങിണി കാണാണ്ട്, അങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ നോക്കി വരുമ്പോൾ മുകളിലേക്ക് ചെറിയൊരു കുമ്പയാണ്. അങ്ങനെ കുമ്പയൊക്കെ ഉയർത്തണം. അങ്ങനെ മുകളിൽ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ 2 കൈവളകൾ കാണാണ്ട്, 2 കൈയും തോൾവളകൾ കാണാണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, ഗോപീതിലകം തൊട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിച്ച് വേണുഗാനം പൊഴിക്കുകയാണ്. അതുമാത്രമല്ല രസം, അതിലേക്കും രസകരമായൊരു കാര്യം എന്താ വെച്ചാൽ ചെറിയൊരു നന്ദിനിക്കുട്ടി ഉണ്ട് അവിടെ. അതിങ്ങനെ പുറകുവശത്തായിട്ട് ആ നന്ദിനീനെ ആ നന്ദിനി എന്താ ചെയ്യണേ, നക്കുകയാണ് ഉണ്ണിയുടെ കാൽപാതേ. ആ കാലിൻ്റെ ആ ബാക്ക് പുറകുവശം ഇങ്ങനെ ആ തൊണ്ടിപ്പഴത്തിന് നാണമേകുന്ന ആ കാൽപാദങ്ങളിങ്ങനെ അങ്ങനെ ആ ഒരു നക്കി ഇങ്ങനെ തോർത്തി കൊടുക്കുകയാണ്. വായ കൊണ്ടിങ്ങനെ എന്താ പറയുക, ചുംബിക്കാന്ന് പറയില്ല, അതേമാതിരി തന്നെയാണ്. കാരണം വളരെ മൃദുവായിട്ടിങ്ങനെ ആ ഭഗവാന്റെ ആ ഓരോ വിയർപ്പും ആ ഓരോ കാലിന്മേൽ എന്താ പറയുക, പൊടി തട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നക്കി തുടച്ചു കൊടുക്കുക എന്ന് പറയില്ലേ, നമ്മൾ തുടച്ചു കൊടുക്കുക എന്ന് പറയണ പോലെ ആണ് ആ നന്ദിനി ഇന്ന്. അതായത് ശരിക്കും പറഞ്ഞാൽ ആ ബാലഗോപാലനായിട്ടാണെന്ന് ഭഗവാന്റെ ശ്രീലകത്ത് നിൽക്കുന്നത്. ആ പശുവിനെ കണ്ടാൽ എന്താ രസം, നല്ല വെളുത്ത പശു, ആ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, കൊമ്പൊക്കെ ഇങ്ങനെ ഉണ്ട്, നല്ല രസമായിട്ട് നല്ലൊരു പശു. പശു ഇങ്ങനെ ഉണ്ണിയുടെ കാലിങ്ങനെ അതായത് ആ വേണുഗാനം കേട്ടിട്ട് ഇങ്ങനെ മതി മറന്നിട്ടേ അങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ പശുക്കളുടെ അടുത്തൊക്കെ പോയി അവരിങ്ങനെ അവരെ നാവ് വെച്ചിങ്ങനെ നക്കുമല്ലോ, അതേപോലെ തന്നെയാണ് ഭഗവാൻ ഇങ്ങനെ നക്കി കൊടുക്കുകയാണ്. ആയതുകൊണ്ട് ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ആ ഒരു മേലുള്ള പൊടികളൊക്കെ എടുക്കണ പോലെയാണ്. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. അങ്ങനെ കണ്ടാലും മതി വരില്ല എന്നറിയാം, അത്രയ്ക്ക് മനോഹരം. പിന്നെ നോക്കുമ്പോൾ പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. പീലി 2-3 പീലിയുണ്ട്, അത് കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ തിരുമുടിമാല 3 ഉണ്ട്. വെളുത്ത പൂവും തുളസിയും ആയിട്ടുള്ളതും, വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ളതും അതേപോലത്തെ അങ്ങനത്തെ 3 ഉണ്ട്. പിന്നെ ഉണ്ടമാലയാണ്. ഉണ്ടമാല എന്ന് പറഞ്ഞാൽ വെളുത്ത താമരപ്പൂവും പിന്നെ വെളുത്ത പൂവും തുളസിയും തെച്ചിയൊക്കെ പാടെ കൂടിയിട്ട് നല്ല രസമായിട്ട് നല്ല വലിയ ഉണ്ട ഇങ്ങനെ ചാർത്തിയിട്ട് ആ ആടിക്കുണങ്ങി ഇങ്ങനെ നിന്ന് ഉണ്ണി നല്ല പാട്ട് പാടുകയാണ് കേട്ടോ. നല്ല വായനയിലാണ്. അതാണ് ഭക്തരെ മുഴുവൻ ആഹ്ലാദചിത്തരാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദുഃഖങ്ങളും
ദുഃഖങ്ങളിൽ നിന്നും മറക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം മറന്ന് ആ ഭഗവാന്റെ സമക്ഷത്തിലെത്തി ഇങ്ങനെ ഭഗവാന്റെ ആ മായാലോകത്തിൽ ഇങ്ങനെ കാണുന്ന ആ കാഴ്ചയാണ് ഇന്ന് ഭഗവാന്റെ ശ്രീലകത്തെ. അപ്പോൾ നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക, ആ സോപാനപ്പടിയിൽ നിന്ന് നോക്കുകയാണ് ഞങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കി ദർശനം നൽകുകയാണ് ഗുരുവായൂരപ്പൻ നമുക്കേ. അങ്ങനെ അത് കണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ അഗ്നികോണിലുള്ള ബലിക്കല്ലും നോക്കി തൊഴാം. സപ്തമാത അതേപോലെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴാം. അതേപോലെ തിരിഞ്ഞു നിന്നാൽ ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് നമ്മൾ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒക്കെ തിരക്കുണ്ട്. കർക്കിടകത്തിലെ ലാസ്റ്റ് വ്യാഴാഴ്ചയല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. ചന്ദനം കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് കൊമ്പ് തുമ്പിക്കൈ ഒക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. പൊട്ടൊക്കെ വെച്ച് ഗോപിയൊക്കെ വരച്ച് നല്ല രസമായിട്ട് തന്നെയാണ്. ധാരാളം പൂക്കളുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ചാർത്ത്. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, എന്നിട്ട് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് അങ്ങനെ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് നേരെ ആ മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇന്നത്തെയും ഉച്ചപൂജ ഉണ്ടായിരുന്ന മേൽശാന്തി തന്നെയാണ്, കവപ്രമാരാത്ത് അച്യുത നമ്പൂരിപ്പാട്. അങ്ങനെ വന്ന് വാമനരൂപവും ഗജേന്ദ്രമോക്ഷ രൂപവും ഒക്കെ കണ്ട് തൊഴാം. ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാനായിട്ട് അവിടെ പോവാം. അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെയുണ്ട് ധാരാളം മാലകൾ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് തൊഴുത് ഭഗവാന്റെ ആ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരം കഴിഞ്ഞ് അവിടെ നമ്മൾ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. ആ കണ്ണനെ കാണാം, മുരുകനെ കാണാം. അങ്ങനെ വന്ന് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഇന്നാകെ കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ കേട്ടോ, മാലകളൊന്നുമില്ല. അപ്പോൾ ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഞാൻ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് അതേപോലെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. ആ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അവിടെ നിന്ന് കിഴക്കോട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ആ കൊടിമരം കാണാം, കൊടിമരം കണ്ട് തൊഴാം. പിന്നെ അതേപോലെ തന്നെ ആ മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ പുറത്തേക്ക് വടക്കേ നടയിൽ കൂടെ വരാം. അങ്ങനെ വന്ന് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥവും ഒക്കെ വാങ്ങി നമുക്കിനി എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഭഗവതി ആ ഗോളക ഇങ്ങനെ പകുതി വരെ ഗോളക ഇറക്കിയിട്ടാണ്. ധാരാളം പൂക്കളുണ്ട്, തെച്ചിപ്പൂക്കൾ ധാരാളം ഉണ്ട്, താമരപ്പൂവൊക്കെ ഉണ്ട്. അർച്ചനയും ധാരാളം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഭഗവതീനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. മുഴുവൻ അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി കുറേ കഴിയുമ്പോഴേക്കാണത് ഉച്ചരിയുമ്പോഴേക്കാണത് മുഴുവനാകാൻ തോന്നുന്നുണ്ട് അലങ്കാരമൊക്കെ. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക.
അപ്പോൾ മമ്മിയൂർ പോയി തൊഴുത പോലെയാവും. അതിന് ശേഷം നമ്മളിങ്ങനെ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരിക. അവിടെ നിന്നിട്ട് നമുക്ക് ആ വേണുഗോപാല സ്വരൂപൻ, ആ ബാലഗോപാല സ്വരൂപനെ ഒന്നുകൂടി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ കാണാം. എന്നിട്ട് നമസ്കരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കൂത്തമ്പലത്തിൻ്റെ അവിടെയും ഒന്ന് കയറി നമസ്കരിക്കാം. അങ്ങനെ അതിന് ശേഷം അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമീനെയും കണ്ട് തൊഴാം. അവിടെ നോക്കുമ്പോൾ അവിടെയൊക്കെ തിരക്കൊന്നുമില്ല. അവിടെയൊക്കെ വളരെ സുഖമായിട്ടാണ്. എന്താ പറയുക, മുഖമൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തി വരികയാണ്. നല്ലൊരു ഗോപി വെച്ചിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, വലിയ ഒരു കാശിമാല പോലത്തെ വലിയ മാല വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, അർച്ചന പൂക്കൾ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ഭൂതനാഥനെയും കണ്ട് തൊഴുത് പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയിട്ട് ഗരുഡധ്വജനെയും കണ്ട് തൊഴുത്ത് നമ്മളിങ്ങനെ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് പോയി അങ്ങനെ ആ രുദ്രതീർത്ഥത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നടുക്കിലുള്ള ആ കാളിയമർദ്ദന രൂപത്തെയും കണ്ട് തൊഴാം. അങ്ങനെ വരുമ്പോൾ അന്നലക്ഷ്മിയുടെ അധീനം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ നാരായണാലയത്തിൽ കയറിയിട്ട് അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. ധാരാളം ഭക്തർ അവിടെ അങ്ങനെ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കും അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ആ പൂന്താന തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് വരാം. പിന്നീട് നമ്മളിങ്ങനെ വരുമ്പോൾ ഭഗവതിയുടെ അവിടെ ഒന്നും കൂടി തൊഴുത് അതേപോലെ വലിയ ആ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്നിട്ട് തൊഴാം. ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ നമുക്ക് ആ ബാലഗോപാല സ്വരൂപത്തെ ഒന്നുകൂടി കാണാം. അങ്ങനെ കണ്ട് പ്രാർത്ഥിച്ച് പിന്നെ തെക്കേ നടയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമ്മൾ അവിടെയുള്ള ആ ഒരു മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചിങ്ങനെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും കൂടി. സ്വാതി ചോതി പഠന വിഘ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്, വിസയുടെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് വേഗം ശരിയാവാൻ വേണ്ടിയിട്ട്. അഞ്ജു അശ്വതി ശരീര സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. ശ്രീരാമകൃഷ്ണൻ ഉത്തരം അവർക്ക് വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. ശ്യാമള ആയില്യം പൈസ വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹൃദയ് ശ്രീരാമന് ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും, അതുപോലെ ഹവ്വ ഉമ്മ അവർക്ക് ഇപ്പോൾ ഡയാലിസിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് അവർ പറഞ്ഞിട്ടുണ്ട്. കൂരക്കാട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഹവ്വ ഉമ്മയ്ക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വേഗം സുഖമാവാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ ആ വിശ്വാസത്തിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആര് തന്നെ ആയാലും നമ്മളെ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കി നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും, നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നല്ലത് വരുത്താനായിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ചെറിയൊരു കഥ കൂടി. കർണന് കിട്ടിയ ഒരു ശാപത്തിൻ്റെ കാര്യമാണ്. എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും നമുക്കൊന്ന് പറയാം. ഹസ്തിനപുരയിലെ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയൊക്കെ ദ്രോണാചാര്യൻ ആണ് ആയുധവിദ്യ പഠിപ്പിച്ചിരുന്ന കാലത്താണ്. അവരോടൊപ്പം അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയിട്ട് സൂതപുത്രനായ കർണനും ദ്രോണരുടെ ശിഷ്യനായിട്ട് ചേർന്നു. എല്ലാ കാര്യങ്ങളിലും കർണൻ അർജുനോടൊപ്പമാണ്. അർജുനോട് കൂടുതൽ വാത്സല്യമുള്ള ദ്രോണ അർജുനന് ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ കർണൻ തനിക്കും ബ്രഹ്മാസ്ത്രവിദ്യ ഉപദേശിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ദ്രോണൻ പറഞ്ഞു, നീ ക്ഷത്രിയനല്ലല്ലോ, ക്ഷത്രിയന്മാർക്കും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കും മാത്രമേ ബ്രഹ്മാസ്ത്രവിദ്യ പഠിക്കാൻ പാടുള്ളൂ. നിരാശനാകാത്ത കർണൻ ആ അത്യപൂർവമായ വിദ്യ പഠിക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചു. മഹേന്ദ്രഗിരിയിൽ താമസിക്കുന്ന പരശുരാമൻ ബ്രാഹ്മണ ബാലന്മാരെ ആയുധവിദ്യ ശീലിപ്പിക്കുന്നുണ്ടെന്ന് കർണൻ അറിഞ്ഞു. വൈകാതെ കർണൻ ഒരു ബ്രാഹ്മണ ബാലൻ്റെ വേഷത്തിൽ പരശുരാമനെ ചെന്ന് കണ്ടു. താൻ പരശുരാമൻ്റെ സ്വന്തം കുലമായ ഭൃഗുവംശത്തിൽ ജനിച്ച ബ്രാഹ്മണ ബാലനാണെന്നും തന്നെയും അസ്ത്രാഭ്യാസം ചെയ്യിക്കണമെന്നും
അപേക്ഷിച്ചു. ഒറ്റനോട്ടത്തിൽ തന്നെ കർണനെ പരശുരാമന് ഇഷ്ടമായി. അദ്ദേഹം അതുവരെ മറ്റാർക്കും പറഞ്ഞു കൊടുക്കാതിരുന്ന പല വിദ്യകളും കർണനെ പഠിപ്പിച്ചു. പെട്ടെന്ന് പഠിച്ച് എടുക്കാനുള്ള ഹൃദിസ്ഥമാക്കാനുള്ള കഴിവ് കർണനുണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ വേഗമായി. ഒരു ദിവസം ആശ്രമത്തിനടുത്ത് വില്ലും അമ്പും എടുത്ത് തന്നെത്താൻ പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന കർണൻ മാനാണെന്ന് കരുതി ഒരു മഹർഷിയുടെ പശുവിനെ അമ്പെയ്ത് കൊന്നു. അതറിഞ്ഞ മഹർഷി കർണനെ ശപിച്ചു. നീ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനോട് പോരിന് നിൽക്കുമ്പോൾ നിൻ്റെ തേർച്ചക്രങ്ങൾ ഭൂമിയിൽ താണുപോകും. ആ സമയത്ത് ശത്രു നിന്നെ കൊന്നുകളയും ചെയ്യും. കർണൻ ശാപമോക്ഷത്തിന് യാചിച്ചുവെങ്കിലും മഹർഷി കനിഞ്ഞില്ല. പരശുരാമൻ അതൊന്നും അറിഞ്ഞില്ല. മിടുക്കനായ ശിഷ്യനോട് വാത്സല്യം തോന്നിയ അദ്ദേഹം കർണനെ ബ്രഹ്മാസ്ത്ര വിദ്യ ഉപദേശിച്ചു. ഒരു ദിവസം ആശ്രമത്തിൽ ഇറയത്ത് കർണൻ്റെ മടിയിൽ തലവെച്ച് പരശുരാമൻ കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്ത് ഒരു വലിയ വണ്ട് എവിടെ നിന്നോ പറന്നെത്തി കർണൻ്റെ തുട തൻ്റെ കൂർത്ത കൊമ്പുകൾ കൊണ്ട് തുളച്ചു തുടങ്ങി. സഹിക്കാൻ വയ്യാത്ത വേദനയുണ്ടായെങ്കിലും ഗുരുവിൻ്റെ ഉറക്കത്തിന് തടസ്സം വരരുതെന്ന് കരുതി കർണൻ വേദന സഹിച്ചു കൊണ്ടിരുന്നു. വണ്ട് തുളച്ചു കയറിയപ്പോൾ കർണൻ്റെ മുറിവിൽ നിന്ന് ചോര ഒഴുകി. പരശുരാമൻ്റെ ദേഹം നനഞ്ഞു. അദ്ദേഹം ഉണർന്നു. എന്തു പറ്റി ഭാർഗവകുമാര? പരശുരാമൻ ചോദിച്ചു. കർണൻ വണ്ടിനെ കാണിച്ചു കൊടുത്തു. പരശുരാമൻ നോക്കിയ ഉടൻ വണ്ട് ചത്തുവീണ് രാക്ഷസൻ്റെ രൂപമെടുത്തു. ദംശൻ എന്ന രാക്ഷസനായിരുന്നു അവൻ. പണ്ട് ഭൃഗുമുനിയുടെ ഭാര്യയെ കട്ടുകൊണ്ടുപോകാൻ ശ്രമിച്ച അവൻ മുനിശാപം മൂലം വണ്ടായി തീർന്നതായിരുന്നു. ദംശൻ പോയ ഉടൻ പരശുരാമൻ കർണനോട് ചോദിച്ചു, നീ ആരാണ്? സത്യം പറയൂന്ന്. അപ്പോൾ കർണൻ പറയാണ്, ഇത്ര കടുത്ത വേദന, അതായത് കർണനോട് ചോദിക്കുകയാണ്, ഇത്ര കടുത്ത വേദന സഹിക്കാനുള്ള കഴിവ് ബ്രാഹ്മണർക്കില്ല, ക്ഷത്രിയർക്കേ അത് സാധ്യമാവൂ, സത്യം പറയൂ. അപ്പോൾ കർണൻ പരശുരാമൻ്റെ കാൽക്കൽ വീണു. സൂതനായ അതിരഥൻ്റെയും രാധയുടെയും മകനായ കർണനാണ് ഞാൻ. ബ്രഹ്മാസ്ത്രവിദ്യ അഭ്യസിക്കാനാണ് ഞാൻ കളവ് പറഞ്ഞ അങ്ങയുടെ ശിഷ്യനായത്. എന്നോട് ക്ഷമിക്കണം. പരശുരാമൻ കോപം സഹിക്കാനാകാതെ കർണനെ ശപിച്ചു. വഞ്ചക, നിന്റെ ശത്രുവിനോട് പോരിന് നിൽക്കുമ്പോൾ നിനക്ക് ഞാൻ പഠിപ്പിച്ച ആയുധ വിദ്യകളൊന്നും ഓർമ്മ വരാതിരിക്കട്ടെ. കുറ്റബോധത്തോടെ തലകുനിച്ചിരുന്ന കർണനോട് സഹതാപം തോന്നി പരശുരാമൻ ഇങ്ങനെയും പറഞ്ഞു, നിന്നെപ്പോലെ വീരനും യോഗ്യനുമായ മറ്റൊരു ക്ഷത്രിയനുണ്ടാവില്ലെന്ന് ഗുരു എന്ന നിലയ്ക്ക് ഞാൻ അനുഗ്രഹിക്കുന്നു. പരശുരാമൻ്റെ ശാപവും അനുഗ്രഹമൊക്കെ വാങ്ങി സന്തോഷമില്ലാതെ കർണൻ ഹസ്തിനപുരയിൽ തിരിച്ചെത്തി. പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനോട് പോരാടുന്ന നേരത്താണ് മഹർഷിയുടെയും പരശുരാമൻ്റെയൊക്കെ ശാപം ഫലിച്ചത്. ഓർമ്മ ഇല്ലാതെയാവുന്നതും ആ ഒരു രഥചക്രം ഭൂമിയിൽ അങ്ങനെ താന്നു പോകുന്നതൊക്കെ. അപ്പോൾ കഥ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഞാൻ കഥ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കഥയുടെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഇത് എത്തട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.